എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾക്കവിടെ സുഖമാണ്. ഇന്ന് നമ്മുടെ കുമ്പളത്തേലേ കുമ്പളങ്ങ ഉണ്ടായി കേട്ടോ. ആദ്യത്തേത് ഞാൻ പൊതിഞ്ഞ് വെച്ചതൊക്കെ ചീഞ്ഞു പോയി. പിന്നെ രണ്ടാമതുണ്ടായതായത്. പിന്നെ നമ്മുടെ ചുമന്ന വരിക്കപ്ലാവിൽ ഒക്കെ ചക്ക ഉണ്ടായി. പിന്നെ നമ്മുടെ ചീമച്ചക്ക ഉണ്ടല്ലോ, നമ്മുടെ വെണ്ടയെല്ലാം പൂത്ത് കായൊക്കെ പിടിച്ച് തുടങ്ങി. അപ്പോൾ ഇതെല്ലാം ഒരു സന്തോഷമല്ലേ, അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാം പൂത്തു, ചിലതിനൊക്കെ കായ വന്നു. എന്തുകൊണ്ട് എല്ലാവരും കൃഷിയൊക്കെ ചെയ്യണം. ഇനിയിപ്പം ഇടയ്ക്കൊക്കെ മഴയുണ്ടാവും 2 മാസം. പിന്നെ ഇടയ്ക്കൊക്കെ മഴയുള്ളപ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ നല്ല ഇതല്ലേ, വെള്ളത്തിന് ബുദ്ധിമുട്ടധികം വരത്തില്ലല്ലോ. പിന്നെ നമ്മുടെ ഓറഞ്ചില്ലേ, പുളി ഓറഞ്ച്, ജ്യൂസ് അടിക്കുന്ന ഓറഞ്ച്, അത് വീണ്ടും പൂവിട്ട് ഒരു ഓറഞ്ചും കൂടെ ഉണ്ടായിട്ടുണ്ട്. 2 ഉണ്ടായിരുന്നു. നമ്മളത് പറിച്ച് വെള്ളം പിഴിഞ്ഞിരുന്നു. പിന്നെ ഒത്തിരി എത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ, അത് ഭയങ്കര സന്തോഷം. പിന്നെ നമ്മുടെ നീല ഉണ്ടവഴുതനയെല്ലാം പൂവിട്ടു, ഒരു കായ വന്നിട്ടുണ്ട്, കുഞ്ഞു കായ വന്നിട്ടുണ്ട്. പിന്നെന്താ, സാധാ പച്ചമുളക്, ഇതൊക്കെ ഞാൻ രണ്ടാമത് നട്ടുകൊണ്ട്. ഇതും നമ്മുടെ ഒരു കുമ്പളമാണ്, നെയ്ക്കുമ്പളം. പിന്നെ നമ്മൾ അന്ന് നട്ടിരുന്ന ചുമന്ന പയറെല്ലാം വള്ളി വീശി കയറി പയറുണ്ടായി തുടങ്ങി. പൂത്തിട്ടുണ്ട്. ചുമന്ന പയറാണ്, പയറുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് നമുക്ക് തണൽ ഇനി വൈകിട്ടൊക്കെ കിട്ടുള്ളൂ. ഞങ്ങൾ എപ്പോഴും വെള്ളം ഒഴിക്കണേ, ഒരു നേരം വെള്ളം ഒഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. ലോക്കിയുണ്ട് ഇതിൻ്റെ കൂടെ, പയറുണ്ട്, പടവലങ്ങ ഉണ്ട്, അതെല്ലാം ഒരു നിരയിൽ നടുക. ഇതാണേൽ നമ്മുടെ കപ്പക്കിഴങ്ങ്. ഞങ്ങളുടെ അയ്യ മൊത്തം കപ്പക്കിഴങ്ങുണ്ട്, പക്ഷേ മൊത്തം തറയാണ്, നമ്മൾ കിളച്ചിടാത്ത അയ്യമാണ്. അപ്പം ഞാനാണെങ്കിൽ ഒരു തണ്ട് ഒരു ബേസിനകത്ത് വെച്ച് നോക്കിയതാണ്. നല്ലതായിട്ട് ആഴത്തിൽ കായ ഉണ്ടാവുന്നുണ്ട് കപ്പക്കിഴങ്ങ്. ഇത് നമ്മുടെ കുക്കുംബറൊക്കെ പൂത്തു, പച്ച കുക്കുംബറാണ്, എല്ലാം കയറി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു കൊല്ലയാണ്, തനിയെ കിളിച്ച് വന്ന ഒരു കൊല്ല. നമ്മളല്ലെങ്കിലും വെള്ളം ഒഴിച്ച് വളർത്തുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും അങ്ങോട്ട് വളർത്തുന്നില്ല. ഇതെവിടെയോ നിന്ന് നല്ലതായിട്ട് കിളിച്ച് വന്നു. ഒത്തിരി തലപ്പൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതിനത് ഒടിഞ്ഞു പോയി. നമ്മളെ പുതിയ റോസിൽ പുതിയ പൂ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയില്ലേ. മഞ്ഞ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, മഞ്ഞ കളറ്. നമ്മുടെ സാധാ പണ്ടൊക്കെ ഉണ്ടായിരുന്ന റോസ് പോലെയുണ്ട്. അപ്പോൾ എല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമുക്ക് കുറച്ച് കടലാസ് ചെടിയുണ്ട്, അത് കട്ട് ചെയ്ത് വിട്ടില്ല, എന്നാലും അത് ഇപ്രാവശ്യം പൂത്തിട്ടുണ്ട്. വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ.